1938 രജിസ്റ്റർ ചെയ്തൊരു കൈത്തറി നെയ്ത്ത് സഹകരണ സംഘമാണ്. അപ്പോ അന്ന് തൊട്ട് നമുക്ക് പണ്ട് തൊട്ടേ ഒരുപാട് കൈത്തറി മെമ്പർമാര് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയാണ്. അന്നും ഇന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി നെയ്ത്തുകാരിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്, വിൽപ്പന ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അതേ സൊസൈറ്റി തന്നെ. ഇപ്പോഴും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോഴും നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും സെയിലും ഒക്കെ ഏകദേശം പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് നിലവിൽ ഈ കൈത്തറി പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു 10-70 നെയ്ത്തുകാരോളം പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിലവിലുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ മെയിനായിട്ട് മുമ്പ് സാരി, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ ഉള്ളത് കൈത്തറി മുണ്ടുകളും ക്ലോത്തുകളും അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. നമുക്കിപ്പോ വന്നിട്ട് വെളിയിൽ തൊട്ടിട്ട് കൈത്തറി എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പുള്ളി അന്വേഷിച്ച് വരുന്നവർ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് ഓർഡർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്പർ കൊടുക്കാറുണ്ട്. അവർ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ തമിഴ്നാട്, കുംഭകോണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ തൊട്ട് അവിടെ അമ്പലത്തിൽ ഇതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലങ്ങൾ തൊട്ടുള്ള അമ്പലങ്ങളിൽ നമ്മുടെ ഈ ഒറ്റമുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കുറച്ച് ഫേമസ് ആണ്, അത്യാവശ്യം നല്ല ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മമാര് വയസ്സായവര് ഉപയോഗിക്കുന്ന ഒരു തരം ഈ നേരിയ മുണ്ടുണ്ട്, ഒറ്റമുണ്ടെന്ന് പറയും, 1.5 മുണ്ടെന്ന് പറയും. അത് എൻ്റെ അറിവിൽ പാലക്കാട് ഒറിജിനൽ കൈത്തറി വേറെ എവിടെയും കാര്യമായിട്ടില്ല. നമ്മൾ തന്നെ ഇപ്പോഴും നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തൃശ്ശൂർ തൊട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഐറ്റം എന്ന് പറയുന്നത് കാവ്യമുണ്ട്, അതുപോലെ അതിൻ്റെ കളർമുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇത് ശരിക്കും നമ്മള് ഈ നൂലെന്ന് പറയുന്നത് ഈ നമ്മൾക്കൊരു ക്ലസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ സംഘത്തിൽ. അവിടെ തന്നെ നമ്മൾ NHDC ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് മാക്സിമം ആൾക്കാർക്ക് കോട്ടൺ നൂലിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിൽ നമ്മൾ മിക്സിങ് അങ്ങനെയൊന്നും ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിന്റെ പേര് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയുള്ള പ്രശ്നം. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ അവിടെയുള്ള നെയ്ത്തുകാര് തൊട്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും പറഞ്ഞ പാലക്കാട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇപ്പോഴും ഈ ഓണത്തിനായിക്കോട്ടെ എല്ലാ ഇതിലും കാവ്യമുണ്ടും ഡബിൾ മുണ്ടും എല്ലാം നല്ല ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പ്രൊഡക്ഷൻ ഉള്ളത് 80 പറഞ്ഞ നൂലിലുള്ള ഡബിൾ മുണ്ടാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിലാവുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ നമുക്ക് വേറെ ദൂരെ ഓർഡറുകൾ വരുന്നുണ്ട്, നമ്മൾ ഓർഡറിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ സൊസൈറ്റി കാണാൻ വരുന്നവരുണ്ട്. നെയ്ത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി കോളേജ് തൊട്ട് അവര് ഈ പരമ്പരാഗതമായ സംഭവം ഇഷ്ടപ്പെടുന്നവര് ഞങ്ങളവിടെ നേരിട്ട് വന്ന് ഈ കൈത്തറി കണ്ട് ഞങ്ങളെ ഗുണമേന്മ മനസ്സിലാക്കി പോകുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. അതൊക്കെ ഞങ്ങളൊരു പ്ലസ് പോയിന്റ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ഒറിജിനൽ രീതി അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഈ വാങ്ങിച്ച് ചെയ്യുന്ന സംഭവമുണ്ട്. നേരിട്ട് ഈ പാവ് വാങ്ങിച്ച് ചെയ്യാം. അത് നമ്മളും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പണി കൂടുതലാണ്. ഞങ്ങൾ ഈ സംഭവം പാവ് വരിച്ച് അത് ഇതുമായി അനുബന്ധപ്പെട്ട് ഈ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പാവ് വിരിച്ചിട്ട് നമ്മൾ കഞ്ഞിപ്പശ എല്ലാം കൊടുത്ത് ആ ഒരു സ്റ്റിഫ്നെസ്സോട് കൂടി തന്നെയാണ് നമ്മൾ ആ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് ഒറിജിനൽ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എലപ്പുള്ളി തേനാരി ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെ ഈ സംഭവം ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സപ്പോർട്ട് ഉണ്ടെങ്കിലും കറക്റ്റ് ടൈമിന് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ വർക്കിങ്ങിനെ ചെറിയ രീതിയിൽ അത് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഓർഡറുകൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ഈ നൂല് കൊടുക്കാൻ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. സപ്പോർട്ട് ഇല്ല എന്നല്ല, ഉണ്ട്. മാക്സിമം അവര് സപ്പോർട്ടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട്. പക്ഷെ കറക്റ്റ് ടൈം വരുന്ന ഒരു ഡിലേയില് നമുക്കും അതുപോലെയുള്ള ഡിലേകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നമാണ്. ഇതിന്റെ നൂലെന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ NHDC എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാം. അതായത് ഗവൺമെന്റിന്റെ ഒരു സഹകരണത്തോടുള്ള ഒരു ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡൈയിങ് യൂണിറ്റ് ഉണ്ട്. അതായത് ഈ നമ്മൾ ഇവിടെ കൊടുക്കുന്ന കാവ്യമുണ്ട്, കളർമുണ്ട്,
അതുപോലെ കളർ തോർത്തുകൾ, ഇതിനെല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഡൈയിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ തന്നെ ഞങ്ങൾ ഡൈ ചെയ്ത് കളർ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കളറിന്റെ കാര്യത്തിലൊന്നും കളർ ഇളകി പോവുക അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു 100% മിക്കവാറും കംപ്ലൈന്റുകൾ വന്നിട്ടേ ഇല്ല ഈ ഡൈയിങ്ങിന്റെ കാര്യത്തിൽ. നമ്മൾ അത്രയും ക്വാളിറ്റിയോട് കൂടി പരമ്പരാഗതമായ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളതും ഡബിൾ മുണ്ടുകളാണ്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവരാണ് വീണ്ടും വീണ്ടും വരുന്നത്. പുതിയ ആൾക്കാരുടെ ഈ വിലയുടെ പ്രശ്നം കൊണ്ട് അവർ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കണമെന്ന് ആലോചിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വീണ്ടും അവര് ഈ ഒരു തുണിത്തരത്തോട് തന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർ. ട്രഡീഷണൽ ഇഷ്ടപ്പെട്ട് വരുന്നവര് ഇപ്പോ കോയമ്പത്തൂര് തൊട്ട് തമിഴ്നാട് ആയിക്കോട്ടെ, തൃശ്ശൂർ ജില്ല, എറണാകുളത്തു നിന്ന് വരെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം അന്വേഷിച്ച് ഇതിനെപ്പറ്റി അറിയുന്നവര് വന്ന് സ്ഥിരം നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പൊ അതൊക്കെ തന്നെ ഞങ്ങള് മറ്റ് തെറ്റായ ഇതൊന്നും വലിയ രീതിയിലുള്ളതൊന്നും ചെയ്യാതെ പരമ്പരാഗത രീതി കണ്ടിന്യൂ ചെയ്ത് പോവാം. തമിഴ്നാടെന്ന് തൊട്ട് നമ്മുടെ ഒരു മെയിൻ വെല്ലുവിളിയാണ് ഈ പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ്, വില കുറഞ്ഞ് വരുന്ന ഐറ്റംസ്. അത് പറഞ്ഞിട്ട് ഈ ഒറിജിനല് നമ്മൾ ഈ പരമ്പരാഗതമായി കയ്യിൽ ചെയ്യുന്നതും മെഷീനിൽ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്വാളിറ്റി ആയിക്കോട്ടെ, അതിന് കളറിങ് ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിലും നല്ല വ്യത്യാസമുണ്ട്. എന്താ പറഞ്ഞാൽ ഇവര് കളറ് ചെയ്യുന്നതിന് വളരെ വില കുറഞ്ഞ കളറുകളൊക്കെയാണ് അവരുടെ ലാഭത്തിന് വേണ്ടി അവരവിടെ ചെയ്യും. അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൽ പോളിസ്റ്റർ മിക്സിംഗ് ആണ് കൂടുതൽ വരുന്നത്. അത് ഈ വിൽപ്പനക്കാര് പലരും കൈത്തറിയാണ് 150 രൂപയ്ക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഒറിജിനൽ സാധനം നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഐറ്റത്തിന് സ്വാഭാവികമായിട്ടും വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൂടിയ ഡൈസാണ്. അതിന് ഉപയോഗിക്കുന്ന ഡൈസ് ക്വാളിറ്റി കൂടിയത്. അതുകൂടാതെ ഈ ഡൈയിങ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാവട്ടെ എല്ലാത്തിനും ഞങ്ങൾ മാക്സിമം ക്വാളിറ്റി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. ലോക്കൽ സാധനങ്ങൾ മാക്സിമം വാങ്ങിക്കാറില്ല. മാക്സിമം അല്ല, ഞങ്ങൾ ലോക്കൽ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ കളർ മുണ്ടുകളിൽ കളർ ഇളകി പോകുന്ന കംപ്ലൈന്റുകൾ അധികം വരാത്തത്. ഈ ഒറിജിനലിന്റെ ആ ഒരു നമ്മൾ ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ ഒറിജിനൽ മുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ തോർത്തിൽ വരുന്ന ഐറ്റം ഈരക തോർത്ത് എന്നാ പറയുക. ഈരക തോർത്ത്, ഒറ്റക തോർത്ത്, അതൊക്കെ ഇങ്ങനെയുണ്ട്. ഈരക തോർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡബിൾ സ്ട്രോങ്ങില് വരുന്ന ഒരു തോർത്താണ്. ഇതിൽ ശരിക്കും കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന തോർത്തിനായി 30 രൂപ 40 രൂപയാണ്. പക്ഷെ ഞങ്ങളുടെ തോർത്തിന് വില കൂടുതലാണെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കാരണം അത് 2 വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്നും വാങ്ങിച്ചാൽ മതി. കാര്യം വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത് ഈ കോട്ടൺ, ഒറിജിനൽ കോട്ടൺ തോർത്തുകൾക്ക് മാത്രമാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞവർക്കാണ് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മൾ വെറുതെ ഇതിൽ പറഞ്ഞിട്ട് കടക്കാർ പറയുന്നതാണ് ഒറിജിനൽ അങ്ങനെ പറയും. ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കടക്കാര് തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമർക്ക് അറിയില്ല ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് കൈത്തറി ഏതാണെന്നുള്ളത്. അവര് പറയുന്നതാണ് കൈത്തറി, ഇത് കൈത്തറിയാണ് ഇവിടെ നേരിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമറെ പറ്റിച്ച് ഒരുപാട് കടക്കാര് സെയിൽ ചെയ്യുന്നത് നമുക്കറിയാം. പിന്നെ നമുക്കൊരു ബിസിനസ് മേഖലയാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒറിജിനൽ കൈത്തറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പെരിമെന്റ് ചെയ്യാം. കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കോളേജ് തൊട്ട് കുറെ വിദ്യാർത്ഥികൾ നമ്മളവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് ഡൈയിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഈ IIHT ഇന്ത്യൻ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റിന്റെ ഈ പിള്ളേർ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവരൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ. അവർക്കും അതെല്ലാം കണ്ട് മനസ്സിലാക്കി ഒരുപാട് പേര് ആധുനിക രീതിയിലുള്ള മെഷീനറീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഞങ്ങളുടെ ഇലപ്പുള്ളി കൈത്തറി സൊസൈറ്റിയിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ഇത് കയ്യിൽ ചെയ്ത ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പലരും ഇവിടെ വന്ന് വാങ്ങിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാർ വർഷങ്ങളോളം ഈ പറഞ്ഞ പോലെ കയ്യിൽ ചെയ്തിട്ട് 20 വർഷം 30 വർഷത്തോളം അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ടും ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പുതുതായിട്ടുള്ള ഇതിലൊക്കെ നമ്മളിതിനെ
ജില്ലാ വ്യവസായ കേന്ദ്രം വഴി മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള ഇതെല്ലാം ഈ അടുത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുപോലെ ഇനി ഇപ്പോൾ ഞങ്ങൾ സെറ്റ് മുണ്ടുകൾ, ലേഡീസിന് ഉപയോഗിക്കുന്ന സെറ്റ് മുണ്ടുകൾ, ഇനി ഷർട്ട്, അങ്ങനെയുള്ള മുമ്പ് ഞങ്ങൾ ഷർട്ടൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നിർത്തിവെച്ചു. ഇന്നിപ്പോൾ രണ്ടാമത് വീണ്ടും ഇങ്ങനെ തുടങ്ങാനുള്ള പദ്ധതി ഉണ്ട്. ഷീറ്റ്, ഷർട്ട് തുടങ്ങിയുള്ള കാലാസഹിതമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ സൊസൈറ്റിയിലായിക്കോട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ കൈത്തറി മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ കാരണം ഒന്ന്, ഈ കൈത്തറി തുണികൾക്കുള്ള വിലയാണ് സെയിലിനെ ബാധിക്കുന്നത്. കാര്യം ഈ തമിഴ്നാടിൽ, തിരുപ്പൂര്, ഈറോഡ് തൊട്ട് ഒരുപാട് ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ വരുന്നു. അപ്പൊ ആ ഒരു റേറ്റിൽ വരുമ്പോൾ നമ്മൾ സൊസൈറ്റികളിൽ വില, സ്വാഭാവികമായിട്ട് ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇത്തരം വിലയുടെ ഒരു പ്രശ്നം ഒന്ന് നിലനിൽക്കുന്നുണ്ട്. അതൊന്ന്. അതുപോലെ തന്നെ ഈ വിലയുടെ പ്രശ്നങ്ങൾ കാരണം സെയിലിലുള്ള ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് വരുമ്പോൾ മറ്റുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ മടിക്കുകയാണ്. അതായത് പഴയ ആൾക്കാർ ചെയ്തു പോകുന്നുണ്ട്, അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ചെയ്തു. പുതിയൊരു ജനറേഷനിലുള്ള ആൾക്കാർ ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അവർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുന്നില്ല. അതുപോലെ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ലായ്മയാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ടെങ്കിലും, പലതും ഉണ്ട്, സ്കീമുകൾ ഉണ്ടെങ്കിലും അതൊന്നും അത്രയ്ക്ക് ആക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ പാഠപുസ്തകങ്ങളിൽ എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ഇതിനെപ്പറ്റി ഈ കൈത്തറി മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ഒരു പ്രിഫറൻസ് കൊടുത്തിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലും ഒരു ക്ലാസ് പോലെ, എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതൽ ചെറിയ കുട്ടികളുടെ ലെവലിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വന്നാൽ മാത്രമേ ഈ മേഖലയിൽ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ കയറി വരുന്നു ഈ ഒരു ഇതിലേക്ക്. അവർ ചെറിയൊരു ഏജിൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു മേഖലയെ പറ്റി കൂടുതൽ അറിവ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് വളർന്നു വരുമ്പോൾ ഇതിലേക്ക് വരും. ഇവരെ ഇത് വിട്ടുപോകാനുള്ള ഏറ്റവും പുതിയ ജനറേഷൻ ഇതിൽ വരാത്ത ഏറ്റവും കാരണം ഇവരുടെ വീട്ടുകാരെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇതിൽ ഇവർക്ക് വേണ്ട കൂലി കിട്ടുന്നില്ല. ഇപ്പൊ ഇവര് ഇത് കണ്ടാണ് വളരുന്നത്. അപ്പോ ആ ഒരു ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഒരു സംഭവത്തിനെ പറ്റി കൂടുതൽ അവർക്ക് ഇത് കൂടുതലായിട്ടുള്ള ഒരു അറിവ് കിട്ടുകയാണ്. ചെറുപ്പം തൊട്ടേ നമുക്ക് ഇതൊരു മേഖല, ഒരു നല്ലൊരു തൊഴിൽ മേഖലയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ ഒരു പാഠപുസ്തകത്തിൽ ഇതിനെപ്പറ്റി ചേർക്കുകയോ, അല്ലെങ്കിൽ സ്കൂളുകളിൽ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓൺ പ്രൊഡക്ട്സ് ഉണ്ടാക്കി ചെയ്യുന്നതിനെ പറ്റി. നമ്മൾ ഈ ചൈനയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സെക്ഷൻ ഇവർക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കുകയാണോ, ഞാനത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല, എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. അവർക്ക് ഒരു ഉച്ചവരെ അല്ലെങ്കിൽ 3 മണി വരെ ക്ലാസ് കഴിഞ്ഞു. അവരുടെ താല്പര്യം എന്താണ്, അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ക്ലാസ് അവർ നിർബന്ധമായി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കയറി വരികയാണെങ്കിൽ, അതിലൊരു സെക്ഷനായിട്ട് ഈ കൈത്തറി മേഖലയും കൂടി വരികയാണെങ്കിൽ, ഇത് ഒരുപാട് വലിയ വലിയ എംബ്രോയിഡറി തൊട്ട് ഡിസൈനിങ് തൊട്ട് ഒരുപാട് എന്താ പറയാ ഭാവിയുള്ള ഒരു മേഖലയാണ്. അതാരും മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ക്ലാസ് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് സുഖമായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മേഖല. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് ചെയ്യാം. ഇവര് ഗവൺമെന്റിന്റെ ഒരു നിയമം വന്നത് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഖാദി തുണി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് നമ്മളൊരു മേഖലയെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എന്താ പറയുക അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് എത്ര കണ്ട് അത് എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഞാൻ അത്ര ശ്രദ്ധിച്ചതിൽ ആരെയും കണ്ടിട്ടില്ല. ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അത്രയ്ക്കൊന്നും ആരും എഫക്റ്റീവായിട്ട് തോന്നിയില്ല.